മധുരക്ക് ഇനി എവിടേക്ക് പോകണമെന്നല്ലേ, നമുക്കൊന്ന് കോഴിക്കോട് വരെ പോയിട്ട് വന്നാലെന്താ? അപ്പോൾ ഓക്കെ വരും. ഈ സംഭവം തുറക്കുന്ന വരാമല്ലോ കേട്ടോ. കോഴിക്കോട് വരെ ഒക്കെ ആകെ ഇതിനൊരു തീർപ്പതിയാവും. നമ്മൾ നേരെ പോയത് ഹൈലൈറ്റ് മാൾക്കാണ് കോഴിക്കോടുള്ള. കയറിയപ്പോൾ കുറച്ച് ക്രിസ്മസിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം അവിടെ കറങ്ങി കളിച്ചതിന് ശേഷം നമ്മളെന്തോ വീവസ്റ്റോ എന്തോ ഒരു ഷോപ്പിൽ കയറിയിട്ടായിരുന്നേ. ഇവിടെ നല്ല പിൻട്രസ്റ്റിക് ആയിട്ടുള്ള കുറേ വുമൻസിൻ്റെ ഡ്രസ്സെല്ലാം ഉണ്ടായിന്. പിന്നെ നമ്മൾ നേരെ സെറാഷിക്ക് പോയി. ഇവിടെ നിന്നൊന്നും നമ്മളൊന്നും എടുത്തിക്കില്ല, വെറുതെ കയറും, വെറുതെ ഇങ്ങനെ നോക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കും. ഒരു ഷാളായിട്ട് എടുത്തേക്കുക നമ്മൾ. പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കയ്യിലത്തിട്ടടിച്ചിരിക്കുന്നമായി കുറേ ടൈം ലിഫ്റ്റിന് മുന്നിൽ നിന്നിട്ട് നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഭയങ്കര തിരക്കും. പിന്നെ ഈ ഒരു കട എവിടെ വരുന്നതെന്ന് എനിക്കറിയില്ല. ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലാണ്. അവിടെ നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടായിരുന്നു. മേക്കപ്പ് ആയിട്ട് ഹെയർ ആക്സസറീസ് ആയിട്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഒക്കെ എല്ലാം ഇഷ്ടമായി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ കണ്ണാടൊക്കെ വെച്ചൊക്കെ കണ്ടപ്പോൾ ചെറിയ പഠിപ്പിലൊക്കെ കണ്ടു. പക്ഷേ എനിക്കും എൻ്റെ ക്ലാസ് ടീച്ചറിനും എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ എല്ലാം അറിയൂ ഞാൻ എത്രമാത്രം പഠിപ്പിയാണെന്നുള്ളത്. ബൈ ദ ബൈ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും നല്ലതായി വരട്ടെ. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഒന്ന് സ്റ്റാൻഡായി നോക്കി. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലോ അല്ലേ അത് സൺഡേ ആണെന്ന്. അത് കഴിഞ്ഞ് കുറച്ചധികം ടൈം നമ്മൾ കൺഫ്യൂഷൻ തീർക്കണമേ. അതൊക്കെ കഴിഞ്ഞ് കുറേ സ്വീറ്റ്സ് ഒക്കെ കണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല, കഴിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് അയാറിന് ഷുഗർ കട്ട് അത് മുടക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ച് അൽഫാമും കുബൂസും അങ്ങനെ എന്തൊക്കെയൊക്കെയോ വാങ്ങി കഴിച്ച്. പിന്നെ ഐസും ഞാൻ കുറേ നേരം കളിച്ച്. എനിക്ക് ടെൻഷൻ, തലവേദന, ഡിപ്രഷൻ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ എനിക്ക് വരും. ആ ടൈമിൽ കുറച്ച് ഐസ് കൂടി തന്നാൽ മതി, ഞാനത് അങ്ങനെ തിന്നേ കളിക്കുക എന്താ വെച്ചാൽ കട്ടിക്കോളും. പിന്നെ ഞങ്ങൾ പോരാൻ നേരത്ത് കണ്ടതാണ് ഈ ഒരു സംഭവം. ഇത് ഇവർ ചെയ്തെടുക്കാൻ വേണ്ടി നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും കേട്ടോ. ബൈ നല്ല രസവും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ബൈ കൂടുന്നുണ്ട്. എനിവേ ബൈ.